ഹലോ, ഞാൻ പ്രതാപൻ. മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ സഹായത്തിൽ നമ്മൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റകളുടെ ഒരു വിഷ്വലൈസേഷൻ ആയിട്ട് നമുക്ക് പലതരത്തിലുള്ള ചാർട്ടുകൾ തയ്യാറാക്കാൻ പറ്റും. ചാർട്ടുകളിലൂടെ നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റകളുടെ ഒരു കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഏത് മേഖലകളിലുള്ള ഡേറ്റകളാണോ ആ ഡേറ്റകൾക്കനുസൃതമായ വിവിധ തരത്തിലുള്ള ചാർട്ടുകളെ എക്സലിൽ നമ്മൾക്ക് എളുപ്പമാർഗത്തിൽ തയ്യാറാക്കാൻ പറ്റും. പഴയ എക്സലിൻ്റെ വെർഷനുകളിൽ പലപ്പോഴും ഒന്നിൽ കൂടുതൽ ഘട്ടങ്ങളിലൂടെ ഒരു കമാൻഡിൻ്റെ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കപ്പെട്ടിരുന്ന ആ ഡയലോഗ് ബോക്സിനെ വിസാർഡുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. വിസാർഡുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ കമാൻഡുകളെ പ്രവർത്തിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ സ്റ്റെപ്പുകളിലും വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ഫോം ചെയ്ത് കിട്ടത്തുള്ളായിരുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലായിരുന്നു എക്സലിൻ്റെ പഴയകാല പല പതിപ്പുകളിലെയും പല കമാൻഡുകളും. എക്സാമ്പിളായിട്ട് ചാർട്ട് നിർമ്മാണം, അതേപോലെ തന്നെ പിവോട്ട് ടേബിൾ നിർമ്മാണം, ഡേറ്റ വാലിഡേഷൻ, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള കമാൻഡുകളും ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിനെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ എക്സലിൻ്റെ പുതിയ പതിപ്പുകളിലെല്ലാം ഈ കമാൻഡുകൾക്ക് വിസാർഡുകളില്ലാതെ ഡയറക്റ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡേറ്റകളെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിനനുസൃതമായിട്ട് അതിൻ്റെ ഫൈനൽ രൂപം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ആദ്യ കാലഘട്ടത്തിലുള്ള മൈക്രോസോഫ്റ്റ് എക്സലിൽ ചാർട്ട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വിസാർഡുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എവിടെ മുതൽ എവിടെ വരെയുള്ള ഡേറ്റകളെയാണ് ഉപയോഗിക്കേണ്ടത്. ആ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് ടൈപ്പിലുള്ള ചാർട്ടുകളാണ് നമ്മൾ ക്രമീകരിക്കപ്പെടുന്നത്, ആ ചാർട്ടിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു ചാർട്ട് നിർമ്മിക്കപ്പെടുമ്പോൾ അതിന് ഒരു മീനിങ്ഫുള്ളായ ഒരു ലേബൽ ഉണ്ടാവും. നമ്മൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ചാർട്ടിൻ്റെ ഒരു ലെജൻഡ് രൂപം ഉണ്ടാവും. അതിൻ്റെ ഒരു രൂപരേഖ എന്താണ് ഓരോന്നും പ്രതിനിധാനം ചെയ്യുന്നതെന്നുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഫോം നമുക്ക് തയ്യാറാക്കി. മറ്റൊന്ന്, ചില ഗ്രാഫുകൾക്കൊക്കെ പലതരത്തിൽ അഡീഷണലായിട്ടുള്ള പല ലേബലുകൾ കൊടുക്കുക. അതേപോലെ തന്നെ ആ ചാർട്ടിനകത്ത് തന്നെ വാല്യൂസുകളെ ഷോ ചെയ്യുക. അതുപോലെ ആക്സിസുകൾ വൈയും എക്സും ആക്സിസുകൾക്കുള്ളിൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇതെല്ലാം കാണിച്ചു കൊടുത്ത് കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഫിനിഷ് ബട്ടൺ കൊടുക്കുമ്പോഴായിരുന്നു ആദ്യ കാലഘട്ടത്തിലുള്ള എക്സലിൻ്റെ പല പതിപ്പുകളിലും ചാർട്ടുകൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിരുന്നത്. എന്നാൽ പുതിയ പതിപ്പിൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഏത് ടൈപ്പ് ചാർട്ടാണോ വേണ്ടുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ഒരു വിഷ്വലൈസേഷൻ ഫോമിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോഴത്തെ MS എക്സലിൻ്റെ പുതിയ പതിപ്പിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എങ്കിൽ നമുക്ക് എങ്ങനെയാണ് എക്സലിൽ ഒരു ചാർട്ട് ഇൻസർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞാനൊരു സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അതിനനുസൃതമായിട്ടുള്ള ഒരു വിഷ്വലൈസേഷൻ ഫോമായ ചാർട്ട് തയ്യാറാക്കണം. നോർമലി നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈക്രോസോഫ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന പല ആപ്ലിക്കേഷനുകളിലും നമ്മുടെ തയ്യാറാക്കപ്പെടുന്ന ഷീറ്റിനകത്ത് അല്ലെങ്കിൽ പേജിനകത്ത് അതല്ലെങ്കിൽ നമ്മുടെ സ്ലൈഡിനകത്തേക്ക് എന്തെങ്കിലും എലമെൻറ്റുകൾ ആഡ് ചെയ്യുന്ന കമാൻഡുകൾ പൂർണ്ണമായിട്ടും ഇൻസർട്ട് ചെയ്താണ് വരുന്നത്. ഇൻസർട്ട് എന്ന് പറയുന്ന ഒരു മെനുവിൽ നിന്നാണ് കൂടുതലും നമ്മൾ കണ്ടെത്തുന്നത്. ഇവിടെയും നമ്മൾക്ക് ചാർട്ടിനെ നമ്മുടെ ഡേറ്റകൾക്കനുസൃതമായിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിർമ്മിക്കപ്പെടേണ്ടി വരുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. എവിടെ മുതൽ എവിടെ വരെയുള്ള ഡേറ്റകളെയാണ് നമ്മൾക്ക്
ഉപയോഗിക്കേണ്ടത് ആ ഡേറ്റകളുടെ ഒരു വിഷ്വലൈസേഷൻ ഫോം ക്രമീകരിക്കപ്പെടേണ്ടി വരിക. അപ്പോൾ അത് ആ സെലക്ഷൻ ചെയ്തതിനു ശേഷം ഇൻസെർട്ട് മെനുവിൽ പോവുക. എക്സലിൻ്റെ പുതിയ വെർഷനാണ് ഞാനിവിടെ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പോർഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് ടൈപ്പിലുള്ള ചാർട്ടാണ് നമ്മൾക്ക് വേണ്ടുന്നതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പൈ രൂപത്തിലുള്ള ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പല ടൈപ്പ് ചാർട്ടുകളുണ്ട്. MS Excel നമുക്ക് ഏകദേശം ഒരു 14 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ചാർട്ടുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേതാണ് നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഡേറ്റ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണോ ആ മേഖലയിലുള്ള ചാർട്ടുകളെയാണ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇപ്പം ബിസിനസ് തലത്തിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തയ്യാറാക്കപ്പെടുന്ന ഡേറ്റകളുടെ ഒരു വിശകലന രൂപം വിഷ്വലൈസ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് മറ്റൊരാളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടേണ്ടി വരുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ചാർട്ടുകളെ നമ്മൾ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾക്ക് വേണ്ടുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ ഞാൻ ഈ വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കനുസൃതമായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പൈ ചാർട്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇവിടെ നമ്മൾക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ എലമെൻറ്റുകളൊന്നും നമ്മൾ കൊടുക്കേണ്ടി വന്നിരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് കൂടാതെ അഡീഷണൽ എലമെൻറ്റ്സുകൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർട്ടിൻ്റെ എലമെൻറ്റിൻ്റെ സെക്ഷനിൽ പോവുക. നമ്മൾ ആ ചാർട്ട് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ചാർട്ടിൻ്റെ ഒരു പുതിയ മെനു ക്രിയേറ്റ് ആവുന്നുണ്ട്. MS Excelൻ്റെ പുതിയ വെർഷനിൽ ചാർട്ട് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മെനു ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കമാൻഡ് ചാർട്ടിൻ്റെ എലമെൻറ്റാണ്. ഓരോ ചാർട്ടുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള എലമെൻറ്റ്സാണ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ചാർട്ട് ഏതാണോ ആ ചാർട്ടിനനുസൃതമായിട്ട് അതിന് വേണ്ടുന്ന എലമെൻറ്റുകളെ നമ്മൾക്ക് ഈ പറയുന്ന ചാർട്ട് എലമെൻ്റ് എന്ന് പറയുന്ന കമാൻഡിൻ്റെ സെക്ഷനിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ചാർട്ട് ടൈറ്റിൽ നമ്മൾക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഡേറ്റകൾക്ക് ഈ കാണപ്പെടുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസിൻ്റെ ഓരോ പാർട്ടിനും വാല്യൂ എത്രയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ വാല്യൂസിനെയും കൂടെ ഷോ ചെയ്യപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാനുള്ള സംവിധാനം. അതേപോലെ നമ്മുടെ ചാർട്ടിന് ആധാരമായിട്ടുള്ള അങ്ങനെയുള്ള പാർട്ടിനെ ലെജൻഡായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ലെജൻഡിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് പൊസിഷനിലാണ് ആ ലെജൻഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ തൊട്ട് താഴെ കാണപ്പെടുന്ന ഈ പാർട്ടിനെയാണ് നമുക്ക് ലെജൻഡായിട്ട് അറിയപ്പെടുന്നത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലെജൻഡ് അവിടുന്ന് ഡിസപ്പിയർ ആവുകയാണ്. നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് പോർഷനിൽ വേണം എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ലേബലുകളൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ടൈപ്പിലുള്ള ചാർട്ടുകൾക്കും വ്യത്യസ്തമായ എലമെൻറ്റുകളായിരിക്കും. അതിനോടൊപ്പം നിരവധി എക്സ്ട്രാ കമാൻഡുകളും നമ്മൾക്കിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യപ്പെടുന്ന ഡേറ്റകളുടെ ചാർട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് അല്ല. അതായത് റോയെ ചിലപ്പോൾ കോളമായിട്ടായിരിക്കും അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. കോളത്തിനെ റോയിൽ ആ രീതിയിൽ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു ചാർട്ടിൻ്റെ റിസൾട്ട് ക്രിയേറ്റ് ആവുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്കിവിടുന്ന് മാറ്റിക്കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. സ്വിച്ച് റോ ഓർ കോളം. അതായത് ചാർട്ടിന് ആധാരമായിട്ടുള്ള ഇൻഫർമേഷൻസ് റോയിൽ നിന്നുള്ളതാണോ കോളത്തിൽ നിന്നുള്ളതാണോ എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിലവിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരും. നെക്സ്റ്റ് ചാർട്ടിൻ്റെ ടൈപ്പ്. ഇവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ചാർട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അറൗണ്ട് 14 ഡിഫറെൻറ്റ് ടൈപ്സ് ചാർട്ടുകൾ നമ്മൾക്കിവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ചാർട്ടിനെ ബേസ് ചെയ്ത് അതിൻ്റെ മാറ്റങ്ങൾ പലതും നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എൻ്റെ വീഡിയോസുകൾ ഷെയർ ചെയ്യുകയും എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് കോളത്തിൽ കമൻ്റ് രേഖപ്പെടുത്താം. അതേപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണപ്പെടുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക. ഓക്കെ.